ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അളിച്ചതാനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോമ്പിൻ്റെ 4-ാമത്തെ ദിവസമായ ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് രോഗങ്ങളിൽ നിന്നും വിടുതൽ എങ്ങനെ നമുക്ക് പ്രാപിക്കാം എന്നുള്ളതാണ്. ഡോക്ടർ SI മാക്മില്ലൻ പറയുന്നത് എന്തെന്ന് നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മൂലം ഈ ലോകത്തിൽ ആരംഭിച്ച പല വലിയ പകർച്ചവ്യാധികളും കീഴടക്കപ്പെട്ടെങ്കിലും മറ്റ് പല പ്രധാനപ്പെട്ട രോഗങ്ങളും മനുഷ്യനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളെയും ശരിയായ രീതിയിൽ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവിധ രോഗങ്ങളും വിട്ടുപോകും എന്നുള്ള ദൈവിക വാഗ്ദാനങ്ങളെ മനുഷ്യൻ ഗൗരവമായി കാണാത്തതാണ് അതിൻ്റെ കാരണമെന്നാണ് ഈ ഡോക്ടർ നമ്മോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ എടുത്തു നോക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിൽ ആധുനിക ജീവിതമെന്ന് നാം വിശേഷിപ്പിക്കുന്നത് ശരിക്കും ആധുനിക ജീവിതമാണോ, അതോ നാം ഒന്നുകൂടി അധപ്പതിച്ചു എന്നുള്ളതാണോ സത്യം എന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന സമയത്താണ് നാം ജീവിക്കുന്നത്. രോഗത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് നാം ഒന്നാമതായി ശുദ്ധവൃത്തി ഉള്ളവർ ആയിരിക്കണം. ഇന്നത്തെ പുതിയ സ്ഥിതിയിൽ നമ്മുടെ കുടിവെള്ളം മലിനമായി കഴിഞ്ഞു. കാരണം നമ്മുടെ പുതിയ രീതിയിലുള്ള വാഷ്റൂമുകൾ ആണ് അതിന് പ്രധാന കാരണം. ഒരിക്കൽ ഞാൻ കോട്ടയം കളക്ടറായിരുന്ന UV ജോസ് സാറിൻ്റെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി. അദ്ദേഹം അന്ന് പറഞ്ഞത് നമ്മുടെ അസുഖങ്ങളുടെ എല്ലാം കാരണം ഒന്നാമതായുള്ളത് നമ്മുടെ ശുദ്ധവൃത്തി ഇല്ലാത്തതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കിണറുകളിൽ 80% കണ്ടാമിനേറ്റഡ് വാട്ടർ ആണ് അതിലുള്ളത് എന്നുള്ളതാണ്. ശുദ്ധവൃത്തിയുള്ള വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് രോഗങ്ങൾ ഇല്ലാതെ ആകുവാൻ പറ്റും. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 12-13 ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം പറയുന്നു: ബാഹ്യത്തിന് പോകുവാൻ നിനക്ക് ഒരു സ്ഥലം പാളയത്തിന് പുറത്ത് ഉണ്ടായിരിക്കണം. നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കണം. ബാഹ്യത്തിന് ഇരിക്കുമ്പോൾ അതിനാൽ കുഴിച്ച് നിന്റെ വിസർജനം മൂടിക്കളയണം എന്നാണ് ഇവിടെ ആവർത്തന പുസ്തകത്തിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ നമ്മുടെ രോഗത്തിന് കാരണം മദ്യപാനമാണ്. ഏതാണ്ട് 50% അപകടങ്ങൾ മദ്യപാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് സർവേ തെളിയിച്ചിരിക്കുന്നു. അതുപോലെ കുടുംബ വഴക്ക്, ഭവനനാശം, ശീലമായി പോകുന്ന ജീവിതം, ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പുറകിൽ മദ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സദൃശവാക്യങ്ങൾ 23-ന്റെ 20-ാം വാക്യം തൊട്ട് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജ പ്രിയരുടെ ഇടയിലും ഇരിക്കരുത് എന്നാണ് ഈ വേദഭാഗ്യം നമ്മളോട് പറയുന്നത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രനായിത്തീരും. നിദ്രാലുത്വം പഴംതുണി ഉടുപ്പിക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്കുകൾക്ക് നിന്റെ അമ്മ വെറുതെ ആയിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത് എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. നീ സത്യം വിൽക്കുകയല്ല വാങ്ങത്ര വേണ്ടത്, ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ എന്ന് ഈ വേദഭാഗത്ത് നമ്മോട് പറയുന്നു. മൂന്നാമത്തെ രോഗത്തിന് കാരണം പുകവലിയാണ്. ഇതിൽ നിന്നും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നമുക്ക് വരുന്നു. ഏതാണ്ട് 1 കോടിയിൽ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ തന്നെ എല്ലാ വർഷവും മരിക്കുന്നതായാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക്. ഗ്ലോബൽ ഓഡിറ്റ് ടൊബാക്കോ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് 29% ഓഫ് ദി അഡൽട്ട്സ് എബവ് 15 years പുകവലി കൊണ്ട് ആണ് അവർക്ക് രോഗമുണ്ടാകുന്നതും അത് കാരണത്താൽ അവർ മരിക്കുന്നു എന്നുമാണ് 2016-17 ഉണ്ടായ റിപ്പോർട്ടിൽ പറയുന്നത്. പുകവലി കൊണ്ട് അർബുദം, ഹൃദ്രോഗം, ലിവറോസിസ് മുതലായ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വേദപുസ്തകം നമ്മോട് എന്താണ് പറയുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി
ചെയ്യുവീൻ എന്നാണ് ഇവിടെ പറയുന്നത്. നാലാമത്തെ പോയിന്റാണ് കലങ്ങി മറിഞ്ഞ മനസ്സ് എന്ന് പറയുന്നത്. അതായത് കലങ്ങി മറിഞ്ഞ മനസ്സ് ആരെ കൊണ്ട് നടക്കുന്നുവോ അവർ രോഗികളായിരിക്കും, അഥവാ രോഗി ആയി തീരുവാനുള്ള ഒരുക്കം ചെയ്യുന്നവരായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24 മുതലുള്ള ഭാഗം നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിനെ വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് യഥാഭിമാനികൾ ആകരുത്, വൃഥാഭിമാനികൾ ആകരുത് എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ശുദ്ധവൃത്തിയുള്ളവരായി പുകവലിക്കാതെയും മദ്യപാനി ആകാതെയും കലങ്ങി മറിഞ്ഞ മനസ്സ് കൊണ്ടു നടക്കാതെയും കർത്താവിൽ സന്തോഷിച്ച് അവൻ കാണിച്ചു തന്നതായ പാതയിൽ സഞ്ചരിച്ച് ബാക്കിയുള്ള ജീവിതം ജീവിക്കാൻ നമുക്ക് ഈ നോമ്പുകാലത്ത് ശ്രമിക്കാം. ബാക്കിയുള്ള ഈ നോമ്പുകാല സമയത്ത് നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തിയാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ നോമ്പ് ഒരു അനുഭവ പാഠമായി നാം നമ്മെ തന്നെ തിരുത്തുവാനുള്ള ഒരു അവസരമായി കാണുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.